ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം SSC. സൈലം SSCയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ SSCയുടെ ആനുവലി നടക്കുന്ന SSC GD പരീക്ഷയെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മുടെ GD പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇതാ ഈ നവംബർ മാസത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലേ. അതിന് മുന്നോടിയായിട്ട് ആ എക്സാം ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക, എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 2026 GD എക്സാംസിനെ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ 2026 GD പരീക്ഷയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫോഴ്സിലേക്കാണ്? ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് കേട്ടോ. ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സിലേക്കുള്ള നമ്മുടെ എക്സാം ആണെന്ത് SSC GD പരീക്ഷ എന്നുള്ളത്. അതും പാരാമിലിറ്ററി ഫോഴ്സിൽ കോൺസ്റ്റാബുലറി പോസ്റ്റിലേക്ക്, അതായത് കോൺസ്റ്റബിളായി SSC വഴി ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു അവസരമായിരിക്കും ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കോൺസ്റ്റബിൾ പോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ BSF, CISF, CRPF, ITBP, SSB, SSF, NCB, പിന്നെ അതുപോലെ തന്നെ ആസാം റൈഫിള്, ഇത്രയും നമ്മുടെ പാരാമിലിറ്ററി വിങ് അല്ലെങ്കിൽ ഫോഴ്സസിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക്? ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സിൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ യോഗ്യത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ. അപ്പൊ ആദ്യം ഇതിനൊരു സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ഒരു റിട്ടൺ എക്സാം ഉണ്ടാവും. റിട്ടൺ എക്സാമിന് ശേഷം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതിനെ തുടർന്നൊരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ദെൻ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും. ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ സാലറി വരികയാണെങ്കിൽ ഇതാ പേ ലെവൽ 1 ആണ്. 18,000 മുതൽ 56,900 രൂപ വരെയാണ് അതിന്റെ സാലറിന്റെ സ്കെയിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിന്റെ കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കായിക ക്ഷമത പരിശോധനയാണ്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം എൻഡ്യൂറൻസ് ഉണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടിയിട്ട്, എത്രത്തോളം സ്റ്റാമിന ഉണ്ട്, എത്രത്തോളം നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് കേട്ടോ. അതിനെ തുടർന്ന് വരുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അത് നിങ്ങൾക്ക് എത്രത്തോളം ഉയരമുണ്ട്, എത്രത്തോളം ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നോക്കാം നമുക്ക്. കഴിഞ്ഞ തവണത്തെ വേക്കൻസി ആണിത് 53,690. ഇത്തവണത്തെ വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. പക്ഷെ ഏറെക്കുറെ നമ്മൾ 50,000-ഓളം വേക്കൻസി തന്നെയാണ് ഇക്കൊല്ലവും കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ കൊല്ലം നോക്കണം, 54,000-ഓളം വേക്കൻസി അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇക്കൊല്ലം ഉണ്ടാവും. കുറവൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയും ആൾക്കാരെ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് അത്രയും ആൾക്കാരെ ഈ നമ്മുടെ അർദ്ധ സൈനിക വിഭാഗത്തിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് BSF 16,000 വേക്കൻസി കഴിഞ്ഞ കൊല്ലം വന്നു, CISF 16,000 വന്നു അല്ലെ. CRPF ഇതിൽ മൂന്നിലുമാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരാറ്. ഏതൊക്കെ? CRPF, CISF, BSF, ഈ 3 ഫോഴ്സസിലേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ യെസ്, ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുകൾ, ആർക്കൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അല്ലേ. 10th ഓർ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം. അടുത്ത ഒരു കാര്യം കൂടി ഉണ്ട്, ഏജ് ലിമിറ്റ്, ചെറുതായിട്ടൊരു ഏജ് ലിമിറ്റും കൂടി ഉണ്ട് അവിടെ. 18-നും 23-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം. 18-നും 23-നും, അതായത് +2 കഴിഞ്ഞ ആൾക്കോ ഡിഗ്രി കഴിഞ്ഞ പാടുള്ള ആൾക്കോ അല്ലെങ്കിൽ ഡിഗ്രി ഓൺഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ 18 to 23 ആണ്. കാൻഡിഡേറ്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/1/2002-ന്റെയും 1/1/2007-നും ഇടയിലായിരിക്കണം. അതിന് മുന്നിലോ പിന്നിലോ ഉള്ളവർക്ക് സാധ്യത കുറയും. കാരണം പിന്നെ റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ ഒക്കെ അല്പം ചെറിയതായിട്ടുണ്ടാവും, എന്നാലും കാര്യമായിട്ട് അങ്ങനെ വലിയ രീതിയിൽ മാറില്ല. ഓക്കെ, ഇനി അതിൻ്റെ എക്സാംസിൽ നമുക്ക് എന്തൊക്കെ ടോപ്പിക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ജനറൽ ഇന്റലിജൻസ്, റീസണിങ്ങിനെയാണ് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ. ആ ടോപ്പിക്കാണത്. പിന്നെ ദെൻ ജനറൽ നോളജ് ആൻഡ് അവയർനെസ് ഉണ്ട്, GK ഉണ്ട് അതിനകത്ത്. പിന്നെ മാത്സ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് മാത്സ് അറിയേണ്ടതുണ്ട്. അതിനുശേഷം എന്താണ് നമ്മുടെ സ്വന്തം വിഷയമായിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഹിന്ദി അറിയുന്ന ഒരാളാണെങ്കിൽ അതിന്റെ ആ ടെസ്റ്റ് എടുത്താൽ മതിയാവും, ആ ഒരു സബ്ജക്ട് ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കണം, 20, 20, 20, 20 എന്നാണ്. ടോട്ടൽ 80 ചോദ്യവും ഓരോ ചോദ്യത്തിനും ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. അപ്പൊ എങ്ങനെയാ വരിക? ഓരോ ചോദ്യത്തിനും ഓരോ ഉത്തരത്തിനും 2 മാർക്കാണ്. അപ്പോൾ ടോട്ടൽ 80 ചോദ്യങ്ങൾ 160 മാർക്കുമാണ്. എത്ര? 60 മിനിറ്റ് കൊണ്ട് കേട്ടോ. 1 മണിക്കൂർ കൊണ്ടാണ് ഈ പരീക്ഷ എഴുതുന്നത്. 80 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, 160 മാർക്ക് നേടേണ്ടതുണ്ട്. അപ്പൊ മറ്റ് SSC പരീക്ഷകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് കട്ട് ഓഫ് കുറയും. അതിന്റെ കാരണം യൂണിഫോം പോസ്റ്റ് ആണ്.
അല്ലേ? നമ്മുടെ രാജ്യത്തിനെ കാത്ത് സംരക്ഷിക്കണം, അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റ് സ്വന്തം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിലൊക്കെ എനിക്ക് സ്വയം എന്നെ തന്നെ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്നവർക്കൊക്കെ വലിയൊരു അവസരമാണ് സത്യം പറഞ്ഞാലത്. അപ്പൊ എല്ലാ കൊല്ലവും വിളിക്കുന്നതുമാണ്. കൃത്യമായിട്ടുള്ള പരിശീലനം ഉണ്ടെങ്കിൽ അല്ലേ, അതൊരു ഭയങ്കരമായിട്ടുള്ള അറിവോ കാര്യമൊന്നും അല്ല. അതിനപ്പുറത്തേക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ്. ഈ വിഷയങ്ങളിൽ ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനപ്പുറത്തേക്ക് ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ജോലി ഡിമാൻഡ് ചെയ്യുന്നത്, ഈ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എക്സാമിന്റെ കാര്യങ്ങൾ. ഓക്കെ, 0.25 ആണ് നെഗറ്റീവ് എന്ന് പറയുന്നുണ്ട് അല്ലേ. 0.25 മാർക്സ് ആണ്. ഒരു ചോദ്യം തെറ്റിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. ചോദ്യം ശരിയാക്കിയ 2 മാർക്കും കിട്ടും. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് എക്സാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണുള്ളത്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിന് അതർ ദാൻ ലഡാക്കിൽ അല്ലാത്തവർക്ക് എന്താണ് 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടണം എന്നുള്ളതാണ് അല്ലേ. 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടണം എന്നുള്ളത് ഒരു റിക്വയർമെന്റ് ആണ്. ദെൻ ലഡാക്ക് റീജിയനിലാണെങ്കിൽ ചെറിയ റിലാക്സേഷൻ ഉണ്ട്. 1.6 ഓടിയാൽ മതി 7 മിനിറ്റ് കൊണ്ട് എന്നുള്ളത്. ഇപ്പോൾ റേസ് പെമ്പിള്ളേർക്കും ഉണ്ട് അല്ലേ. പെമ്പിള്ളേർക്കും ഈ ഒരു കാര്യം അപ്ലിക്കബിൾ ആണ്. അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എത്രയാണ് 1.6 ആണ് കേട്ടോ. 1.6 കിലോമീറ്റർ ഇൻ 8.5 മിനിറ്റ്. പിന്നെ ലഡാക്ക് റീജിയൻ നമ്മൾ നോക്കണ്ട, മലയാളികൾ നോക്കേണ്ട ആവശ്യമില്ല. അവർ 800 മീറ്റർ ആണ് 5 മിനിറ്റ് കൊണ്ട്. ഓക്കെ, ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി. അപ്പോൾ ഓട്ടമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ കാര്യമായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അവിടെ നോക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൈറ്റ് ആണ് കാര്യമായിട്ട് നോക്കുക കേട്ടോ. ഹൈറ്റും ചെസ്റ്റിന്റെ എക്സ്പാൻഷനുമാണ് ആണുങ്ങളിൽ നോക്കുന്നത്. ഇപ്പൊ പുരുഷന്മാർക്ക് 170 സെന്റിമീറ്റർ ഉയരം വേണം, സ്ത്രീകൾക്കാണെങ്കിൽ 157 സെന്റിമീറ്റർ ഉയരം ഉണ്ടെന്നുള്ളത് ഒന്ന് ഉറപ്പാക്കുക നിങ്ങൾ. ഇനി നിങ്ങൾ OBC SC അങ്ങനെ, അതായത് ജനറൽ SC OBC കാറ്റഗറിയിലാണെങ്കിൽ ഇതെല്ലാം, അതായത് ഇവർക്ക് കോമൺ ആയിട്ട് സെയിം ഹൈറ്റ് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. 170 സെന്റിമീറ്റർ 157 സെന്റിമീറ്റർ സ്ത്രീകൾക്ക് എന്നുള്ളത് തന്നെയാണ് കോമൺ ആയിട്ട് ഇവിടെ വരുന്ന കാര്യം. ഇനി ST ആണെങ്കിൽ മാത്രം ചെറിയൊരു റിലാക്സേഷൻ അവിടെ വരുന്നുണ്ട്. അതെന്താ, 162.5 സെന്റിമീറ്റർ മതി ആൺപിള്ളേരുടെ ഉയരം. പെൺപിള്ളേർക്കാണെങ്കിൽ 150 സെന്റിമീറ്ററും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ജനറലിൽ നിന്ന് SCയിലേക്കും OBCയിലേക്കും പോകുമ്പോൾ കാര്യമായിട്ട് ഹൈറ്റിന് വ്യത്യാസം വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് അവിടെ റിലാക്സേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. STക്ക് മാത്രമാണ് ഉള്ളത് കേട്ടോ. ഇതാ നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ, ഇത് പുരുഷന്മാർക്ക് മാത്രം ഉള്ളതാണ്. അപ്പോൾ ജനറൽ SC OBC കാറ്റഗറിയാണ് 80 സെന്റിമീറ്റർ ആണ് എക്സ്പാൻഡഡ് ആയിട്ടുള്ള ചെസ്റ്റിന്റെ സൈസ് വേണ്ടത് അല്ലേ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ST ആകുമ്പോൾ 76 സെന്റിമീറ്ററുമാണ്. അപ്പോൾ നമ്മളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു കാര്യം. എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നമുക്ക് സൈലത്തിനോടൊപ്പം തന്നെ ചേർന്ന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. സൈലം അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ നമ്മുടെ GD ബാച്ചിൽ ഒത്തിരി ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായിരുന്ന ഒരു ബാച്ചാണ് നമ്മുടെ GD ബാച്ച് എന്ന് പറയുന്നത്. അത്രയും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അത്രയും പേര് റിസൾട്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരുടെയൊക്കെ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലവും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയുള്ള ഒരു സിമിലർ ആയിട്ടൊരു നേട്ടം കൊയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നേട്ടത്തിന്റെ ഭാഗമാവാൻ നിങ്ങളെയും കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളെയും കൂടെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാനും സെറ്റാക്കാനും വേണ്ടി ഞങ്ങൾ ഇവിടെ റെഡിയാണ് എന്തായാലും. അപ്പോൾ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ SSC GDക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ബേസ് തൊട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ തുടങ്ങുവാണ്. അപ്പോൾ എന്തായാലും എക്സാംസ് 3-4 മാസത്തിനപ്പുറമായിരിക്കും നമ്മൾ മുന്നിൽ കാണുന്നത്. 3-4 മാസത്തിനപ്പുറമായിരിക്കും എക്സാംസ് വരിക കേട്ടോ. അതായത് 2-3 മന്ത്സ് എന്തായാലും കഴിയും എക്സാം തുടങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇത് വലിയൊരു ചോയ്സ് ആണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് മിസ് ചെയ്യരുത്. അപ്പോൾ പഠിച്ച് തുടങ്ങാൻ ഇനിയും അവസരമുണ്ട് ഞങ്ങളോടൊപ്പം തന്നെ. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസും കൂടെ അതിൻ്റെ കൂടെ ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. 300-ലധികം ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. ആൻഡ് ഡെയിലി 2 മുതൽ 3 മണിക്കൂർ വരെയാണ് ക്ലാസ്സസ് വരിക. അതിനപ്പുറത്തേക്ക് ഹെക്ടിക് ആവുന്നില്ല. വീക്ക്ലി 6 hours ആണ് ടോട്ടൽ ക്ലാസ് വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? നമ്മുടെ സ്ഥിരം എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ്. എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ് അവിടെ കാണുന്നത് അല്ലേ. ജെറിൻ സാറാണ് QAനെ നമ്മൾ ലീഡ് ചെയ്യുന്നത്. പിന്നെ അരുൺ ബാലൻ സാറാണ് റീസണിങ്, വിഷ്ണു സജീവൻ സാറാണ് GK, ജനറൽ അവയർനെസ്, ആർദ്ര മിസ്സും ജനറൽ അവയർനെസ് പല ടോപ്പിക്സും ഹാൻഡിൽ ചെയ്യുന്ന മിസ്സാണ് ആർദ്ര മിസ് ഉണ്ട്. പിന്നെ അജ്മൽ സാറുണ്ട് QA പഠിപ്പിക്കാൻ നിങ്ങളെ, ഗോകുൽ സാറുണ്ട് QA, പിന്നെ ഷാനിമ മിസ്സും QA എടുക്കുന്നു. QA വലിയൊരു കടൽ പോലത്തെ ടോപ്പിക്സ് ആയതുകൊണ്ട് 3-4 ടീച്ചേഴ്സ് ചേർന്നിട്ടായിരിക്കും QA കവർ ചെയ്യുന്നത് കേട്ടോ. ദെൻ അജയ് സാറാണ് സയൻസിലെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അനുശ്രീ മിസ്സാണ് കറണ്ട് അഫയേഴ്സ് അല്ലേ സെറ്റാക്കി തരിക. പിന്നെ ഇംഗ്ലീഷിന് ഞാനും ഉണ്ടാവും എന്നുള്ള കാര്യമാണ്.
ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ എഡ്യൂക്കേറ്റേഴ്സ് ഈ ഒരു കോഴ്സിൽ വരുന്നത്. കോഴ്സിന്റെ ഫീച്ചേഴ്സ് പൊതുവെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മളൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിമാർ. പിന്നെ ലൈവ് ക്ലാസ്സസ് അവിടെ റെക്കോർഡായി കിടക്കുന്നതും ഉണ്ടാവും. പിന്നെ ക്ലാസ്സിന്റെ നോട്ടൊക്കെ PDF ആയിട്ട് അവിടെ കിടക്കും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ട് പഠിക്കാനും പറ്റും. കാലാകാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഒരു പാർട്ടാണ്. അപ്പം ഇതൊക്കെയാണെന്ത് നമ്മുടെ കോഴ്സസ് നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീസ് എത്രയാണെന്നുള്ളത് തന്നെയാണ്. 3000 രൂപ, അതായത് 3000-ൽ നിന്ന് ഒന്ന് കുറഞ്ഞ് 2999 രൂപയാണ് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് വെരി റീസണബിൾ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ കോഴ്സസ് ഒക്കെ നോക്കുന്ന സമയത്ത്, കമ്പയർ ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ്ലി നമ്മുടെ കുറച്ച് പ്രൈസ് അല്ലെങ്കിൽ ഫീസ് കുറച്ചിട്ട് തന്നെയാണ് സൈലം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഒരു ഏറ്റവും മികച്ച അവസരമായിരിക്കും. അപ്പോൾ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങൾക്ക് സ്വയവും നിങ്ങളെ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനായിട്ട് സൈലം ഫാമിലിയുടെ പാർട്ടാവാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ക്ലാസ് റൂംസിൽ വെച്ച് കാണാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, കീപ് ലേണിംഗ്, ഹാപ്പി ലേണിംഗ് എവരിബഡി, ബൈ.